ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറേ പേരായിട്ട് എൻ്റെ അടുത്ത് പറയണതാണ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാനിപ്പോൾ ഇന്ന് ഒരു മൂവി ഡേറ്റിന് പോകാൻ പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഗെറ്റ് റെഡി വിത്ത് മീ കാണിക്കാമെന്ന്. ആക്ച്വലി എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വലിയ സംഭവമൊന്നുമല്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. കാരണം ഇതിനകത്തൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നോർമലി നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്നപ്പോൾ എങ്ങനെയാണോ റെഡിയായി പോകുന്ന ആ ഒരു കൈൻഡ് ഓഫ് തന്നെ കുറച്ച് അപ്ഡേറ്റഡ് വെർഷൻ എന്നേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തു, ഒരു ലിപ് ബാമൊക്കെ ഇട്ടു. അപ്പോൾ നമുക്ക് നമ്മുടെ മേക്കപ്പിലോട്ട് പോകാം. മേക്കപ്പായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആക്ച്വലി എൻ്റെ കയ്യിൽ ഈ 2 പൗച്ചുണ്ട്. ഇതിനകത്ത് ഫുൾ എൻ്റെ ലിപ്സ്റ്റിക് ലിപ് കെയർ സംഭവങ്ങളും ഇതിനകത്ത് അല്ലാത്ത ഫേസിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളുമാണ്. ഇവിടെ എന്തോ ഈച്ചയോ കൊതുവോ എങ്ങാണ്ടോ കുറേ നേരം കൊണ്ട് കിടന്ന് കറങ്ങണം. മാത്രമല്ല എന്നെ പിക്ക് ചെയ്യാൻ വരുന്ന ആളാണെങ്കിൽ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഹറിബറി ആയിട്ട് വേണം റെഡി ആവാൻ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വെപ്രാളം പിടിച്ച് സംസാരിക്കണത്. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ഫേസിൽ ചെയ്യണത്, ഇത് നനഞ്ഞിരിക്കുന്ന ആരും ഒന്നും വിചാരിക്കില്ല, ഞാൻ ഒന്ന് ഫേസ് വാഷ് ചെയ്തതാണ്. അതാണ് ഇത് പൊടി പൂരം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് അയ്യോ കാണുന്നില്ല, കിട്ടി. അയ്യോ ഇതിൻ്റെ തൊലിയൊക്കെ പോയിരിക്കുകയാണ്. ഒരു കാര്യം ആദ്യമേ പറയാം, ഇതൊരു ദാരിദ്ര്യം പിടിച്ച ഗെറ്റ് റെഡി വിത്ത് മീ ആയിരിക്കും. ഇതുപോലത്തെ ഒരു ദാരിദ്ര്യം പിടിച്ച ഗെറ്റ് റെഡി വിത്ത് മീ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇവിടെ ഒരു കാക്ക ഇരുന്ന് വിളിക്കുന്നത്, അത് ഇതിൽ കേൾക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് നോക്കാം. കാരണം ഈ ഒരു സാധനം ഞാൻ മേടിച്ചിട്ട് കുറേ ആയി. ഇതാണെങ്കിൽ തീരുന്നുമില്ല. എനിക്കാണെങ്കിൽ പുതിയത് മേടിക്കാനുള്ള ഒരു ത്വരയുണ്ട്, പക്ഷെ ഇത് തീരുന്നില്ല. സോ ഇത് ഒരു സ്പൂലി വരുന്ന ഒരു ഐബ്രോ പെൻസിലാണ്. This is I think it's brown shade, okay, black അല്ല. സോ ഐ ജസ്റ്റ് ദൊറോത്തി മാതാവിയുടെ പ്രേതം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കൂടുമെന്ന് ക്ഷമിക്കുക, ഓക്കെ. സോ ഐ എം ഗോയിങ് ടു സോറി, ഐ എം റിയലി സോറി. ഓക്കെ, അപ്പോൾ ഞാനാണെങ്കിൽ ഇത് വെച്ചിട്ട് ഒന്ന് എൻ്റെ ഞാൻ ഐബ്രോ ത്രെഡ് ചെയ്തിട്ട് കുറേ കാലമായി. അതാണ് ഇങ്ങനെ കാട് കണക്കിരിക്കണം, ദിഗംബരനെ പോലെ. സോ ഞാൻ ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ ചീകി കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ റിപ്പീറ്റ് ഇപ്പുറത്തും ചെയ്യുക. കുറച്ച് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്യും. ദെൻ ഐ യൂസ് സ്പൂലി. സോറി, എനിക്ക് ഇംഗ്ലീഷ് കയറി വരണം, ഒന്ന് ക്ഷമിക്കണേ. ഇനി എനിക്ക് വേണമെങ്കിൽ ഇനിയിപ്പം ഓക്കെ ഫൈൻ, യാ. അപ്പം ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് സ്പൂലി വെച്ച് ഒന്ന് കോംബ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ പറഞ്ഞു തരുന്ന പോലെയാണല്ലേ. ദിസ് ഇസ് മൈ ഗെറ്റ് റെഡി വിത്ത് മീ, ഓക്കെ. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യാം. ഓക്കെ, സൂപ്പർ. ചില സമയത്ത് ഞാൻ ഇതൊക്കെ വെച്ച് ഇങ്ങനെ ദിഗംബരനെ കണക്കൊക്കെ ആക്കി വെക്കും കേട്ടോ. ചില സമയത്ത് ചിലപ്പോൾ കറക്റ്റായിട്ട് വരും, അതല്ലെങ്കിലും അങ്ങനെ. ചിലരത് റെഡി ആവും, ചിലരത് റെഡി ആവില്ല. അത് എല്ലാ കാര്യവും അങ്ങനെയാണല്ലോ. സോ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഓവറാക്കി ചളവാക്കണ്ട. ജസ്റ്റ് ഓക്കെ. നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു ഡു, എൻ്റെ ദാരിദ്ര്യം പിടിച്ച ഒരു ലിപ് ടിൻ്റ് ആണിത്. ലിപ് ടിൻ്റ് ഓൾസോ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണ് ഇത്. 2 പീസായിപ്പോയി. ഓൾസോ ഇത് ഞാൻ തോണ്ടി ഇത് തീരാറുമായി. അപ്പം സോ എനിവേസ് ദിസ് ഇസ് ഫ്രം മാർസ്. നാച്ചുറൽ ബ്ലഷ് ഉണ്ടായിരുന്ന എൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. ആ ഒരു ഫോട്ടോയിൽ എൻ്റെ ഇവിടെയൊക്കെ ഉള്ള ലൈക്ക് ഒരു പിങ്കിഷ് ഷെയ്ഡ് ഒറിജിനലാണ്, ബ്ലഷ് ഒന്നും ഇട്ടതല്ല. അപ്പോൾ ദെൻ എൻ്റെ സ്കിൻ കണ്ടീഷൻ ഓക്കെ ആയപ്പോൾ എനിക്ക് ആ ഒരു പിങ്ക് കളർ കണ്ട് ആ ഒരു റെഡ്നെസ് ഇല്ലാതെ ആയപ്പോഴത്തേക്കും എനിക്ക് എന്തോ പോലെ തോന്നുന്നു. അങ്ങനെയാണ് ആക്ച്വലി ഐ സ്റ്റാർട്ടഡ് യൂസിങ് എ ബ്ലഷ്. സോ നമുക്കിത് ഇങ്ങനെ ഇരിക്കണമെന്നൊന്നും വിചാരിക്കില്ല, എൻ്റെ ദാരിദ്ര്യം പിടിച്ച ബ്ലഷാണ്. ഓക്കെ, പക്ഷെ ഇപ്പം ഞാൻ ഇത് വെച്ച് ബ്ലഷ് അല്ല ഇടാൻ പോകുന്നത്. ഐ ജസ്റ്റ് ടേക്ക് സം പ്രോഡക്റ്റ് ആൻഡ് ഐ ജസ്റ്റ് അപ്ലൈ ഓൺ മൈ, സോറി എൻ്റെ എക്സ്പ്രഷനൊക്കെ ഇങ്ങനെയൊക്കെ പോവും, അത് നിങ്ങളാരും മൈൻഡ് ചെയ്യരുത്. കുറച്ച് എടുത്തത് കൂടിപ്പോയി കേട്ടോ. എനിവേസ് നമുക്കിത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ശരിയാവും. ഓക്കെ, ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി ഇത് നമുക്ക് ലാസ്റ്റ് ബ്ലഷ് ഇടാൻ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ഇവിടെ പുറത്ത് തന്നെ വെക്കുവാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എൻ്റെ കയ്യിലൊരു ഐ ഷാഡോ പാലറ്റ് ഉണ്ട്. അതും ദാരിദ്ര്യം പിടിച്ചതാണ്. ഇതും 2 പീസായിരിക്കുകയാണ്.
നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. എൻ്റെ ദാരിദ്ര്യം പിടിച്ച ഗെറ്റ് റെഡി വിത്ത് മീ ആണെന്ന് ഞാൻ ഓൾറെഡി എടുത്തെടുത്ത് പറയുന്നുണ്ട്. കാരണം എനിക്ക് ഈ പ്രോഡക്റ്റൊക്കെ ഇനി മേടിക്കണം. ബിക്കോസ് ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എപ്പോഴും ഐഷാഡോ ആയിട്ട് യൂസ് ചെയ്യണത്. ആൻഡ് ഓൾസോ ആ ഷെയ്ഡ് തീരാറായി. ഞാൻ അതിൻ്റെ താഴെ മറ്റേ പ്ലേറ്റൊക്കെ കാണാം. ഇത് രണ്ടും തറയിൽ വീണപ്പോൾ ഇളകിപ്പോയതാണ് കേട്ടോ. വേറൊരു ഷെയ്ഡ് ഞാൻ ദൈവം സഹായിച്ച് യൂസ് ചെയ്തില്ല. ആകെ ഈ ഒരു ഓറഞ്ച് ഒരു പീച്ച് ഷെയ്ഡ് അത് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. സോ എനിവേസ് അതിൽ നിന്ന് തന്നെ നമുക്ക് തോണ്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് കണ്ണിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. ഓക്കെ, എങ്ങനെയുണ്ട്? ഓക്കെ, ഐ എം ഡൺ വിത്ത് മൈ ഐ മേക്കപ്പ്. സോറി, ഇനിയുണ്ട് ഒരു പരിപാടി നമുക്ക് ചെയ്യും. സോ യൂഷ്വലി എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ആണെങ്കിൽ ഐ യൂസ് ദിസ് ഷെയ്ഡ്. ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ഞാൻ ജസ്റ്റ് ഒരു ഐലൈനറിന് പകരം ഒരു കുറച്ചൊന്ന് കൊടുക്കും. ആൻഡ് ഓൾസോ ഈ ഒരു ഗ്ലിറ്ററും കൂടി ഞാൻ അപ്ലൈ ചെയ്യും. പക്ഷെ ഇപ്പം ജസ്റ്റ് ഒരു മൂവി കാണാനാണ് പോണത്. സോ ഐ ഡോണ്ട് നീഡ് മച്ച് മേക്കപ്പ്. ഇറ്റ്സ് എ നോർമൽ യൂഷ്വൽ കൈൻഡ് ഓഫ് മതി. ഓക്കെ, അപ്പം അതായി. ദെൻ I'm gonna use my mascara. So I have 3 mascaras. Right now I'm gonna let's use this. ഞാൻ എന്തുവാടെ ഇംഗ്ലീഷിലൊക്കെ ഇരുന്ന് പറയാം, സോറി ഏട്ടാ. ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാനങ്ങ് എൻ്റെ മൈൻഡിൽ ഞാൻ ആരടുത്തും ഇൻട്രാക്ട് ചെയ്യുന്ന പോലെ ഐ എം ജസ്റ്റ് ടോക്കിംഗ്. സോറി, ഐ എം റിയലി സോറി. ഞാൻ ഈ പച്ച മലയാളത്തിൽ സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. സോ ഐ എം ഗോണ ഡു. സോറി, അയ്യോ, ഇതൊരു ദാരിദ്ര്യം പിടിച്ച് ഗെറ്റ് റെഡി വിത്ത് മീ ആവും കേട്ടോ. സോ നമുക്ക് മസ്കാര ഇടാം. ഓക്കെ, മസ്കാര ഇടുമ്പോൾ ചിലർ ഇങ്ങനെയൊക്കെ വെച്ച് മുഖം വെച്ചിടും. പക്ഷേ അങ്ങനെ മുഖം വയ്ക്കാതെ എങ്ങനെ മസ്കാര ഇടാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ്ട് നമ്മുടെ പീലിയൊക്കെ നല്ല വിജലംബിച്ച് വന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ ലാഷസ്. ഓ മൈ ഗോഡ്, കുറച്ചൊക്കെ താഴെ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഇനി തൂത്ത് കൊടുക്കാം. യാ, ഐ എം ഡൺ വിത്ത് മൈ ലാഷസ്. സോ നെക്സ്റ്റ് ഐ എം ഗോണ ഡു വാട്ട്? ഞാനിരുന്ന് വിയർക്കുന്നു. ബിക്കോസ് ഇന്നത്തെ വെതർ അത്ര നല്ലതല്ല. കാരണം ഒരു ആഫ്റ്റർനൂൺ വരെ റെയിൻ ആയിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് റെയിൻ ഇപ്പോൾ ഒരു സണ്ണി വെതർ അല്ല, ആക്ച്വലി ഒരു ഫെയ്ഡ് ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ആ മഴ പെയ്തതിൻ്റെ ഒരു ചൂടും എല്ലാം കൂടി മൊത്തത്തിൽ. സോ ഇനി ഇതിനകത്ത് കാണിക്കാനായിട്ടൊന്നും ഇല്ല. അപ്പോൾ നമുക്കിനി ലിപ്സ്റ്റിക് ഇടാം. സോ ദിസ് ഇസ് മൈ ലിപ്സ്റ്റിക് പൗച്ച്. ഇനി ഇതിൽ ഏത് ഷെയ്ഡ് ഇടണമെന്നാണ് അടുത്ത നമ്മുടെ കൺഫ്യൂഷൻ. സോ ആക്ച്വലി ഞാൻ ഇന്ന് വേറെ ചെയ്യുന്ന ഒരു ഓഫ് വൈറ്റ് കളർ ടീഷർട്ടാണ്. അപ്പം അതിൻ്റെ കൂടെ സെറ്റായി പോണ ഒരു ഷെയ്ഡ് നമുക്കിടാം. ഐ തിങ്ക് ഇത് നല്ലതായിട്ട് സെറ്റായി പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ലെറ്റ്സ് യൂസ് ദിസ്. ദിസ് ഫ്രം ഫേസസ് കാനഡ കംഫി മാറ്റ് വാവ് ലിക്വിഡ് ലിപ്സ്റ്റിക്. ഷെയ്ഡ് എനിക്കറിയില്ല ബിക്കോസ് ബിസ്മി ഗിഫ്റ്റഡ് ദിസ് ടു മീ. സോ ഒരു മുറുക്കാൻ ചവച്ച പോലത്തെ ഷെയ്ഡാണ്, കുഴപ്പമില്ല. ഓക്കെ, സോ ഐ എം ടേക്കിംഗ് ബ്ലഷ് ലൈക്ക് using my this finger and I just round it and smile. Then yeah, I'm done with my blush. So that's all. അത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. ഐ എം റെഡി. ഇനി ഒന്ന് ഹെയറൊക്കെ സെറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാൻ പോയി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എൻ്റെ ഫൈനൽ ലുക്ക് എന്തായാലും കൊടുക്കാവേ. സോ ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. ആൻഡ് എന്നെ പിക്ക് ചെയ്യാനുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് പോകണം. സോ ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. പിന്നെ ഈ ഹെഡ് ബാൻഡ് എന്തിനെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ അഴിച്ചിട്ട് വലിയ ഷോയൊക്കെ കാണിച്ച് പോകും. കുറച്ച് നേരം കഴിയുമ്പോൾ എൻ്റെ പേഴ്സണാലിറ്റി ചേഞ്ച് ആകുമ്പോഴത്തേക്കും ഐ ജസ്റ്റ് വാണ്ട് ടു ടൈ മൈ ഹെയർ. സോ അതിനാണ് ഞാൻ ഒരു ഹെഡ് ബാൻഡൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. സോറി, ഹെയർ ബാൻഡൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. പോയിട്ട് വരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.